3 പീസ് പോതും. அந்த ചോക്ലേറ്റ് മഫിനും ഒന്ന് കൊടു. തമിഴൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ താങ്ക് യു. നെറ്റ് കിടക്കാവുന്നൊരു ഇതെന്തുമായി കാണുന്നേ? ഇവിടെ നോക്കി. എനിക്ക് സൈഡിൽ ഇരിക്കണ്ട. വേണ്ട വേണ്ട, ഡ്രൈവർ ചേട്ടന് സമ്മതിക്കണം. എത്തിയോ? തീർന്നോ? ചേട്ടാണെങ്കിൽ 100-110 ഓടിക്കുന്നു. ആ തീർന്നു. എത്തി 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 എത്തി. നല്ല കോടയും നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞാന്നോ ഇത്? ഇത് കാട്ടുപോവാ. സൂപ്പർ നോക്കടാ യാവേ. ഹലോ, അപ്പം നമ്മളിപ്പോൾ മൂന്നാറാണ്. നമ്മുടെ മൂന്നാറിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരത് കണ്ടിട്ട് വരിക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം മൂന്നാർ നമ്മൾ തേയിലത്തോട്ടത്തിലൊക്കെ ഇറങ്ങി ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ നേരെ അവിടുന്ന് പോയത് നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് ഈ വീഡിയോയിലേ പറയത്തോളെന്ന്. അപ്പം നമ്മൾ ദാണ്ട് ഇരവികുളം നാഷണൽ പാർക്കിൽ എത്തിയിട്ടുണ്ട്. അവിടെ പ്രധാന പരിപാടി കാർ പാർക്കിംഗ് ആയിരുന്നു. സമ്മർ സീസൺ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരു 7-8 വർഷം മുന്നേ ഞാൻ മൂന്നാർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ടൂറിസ്റ്റ് സെൻറ്ററിൽ പഠിക്കുന്ന സമയത്ത്. അന്ന് ഞാൻ വന്നപ്പോൾ കണ്ട് ഇരവികുളം നാഷണൽ പാർക്ക് അല്ലായിരുന്നു ഇപ്പോഴത്തത് കേട്ടോ. കാരണം ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലായാലും അവിടുത്തെ സർവീസിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് മാറ്റങ്ങൾ കാണാൻ കഴിഞ്ഞു. അതൊക്കെ ഒരു ഒരു ടൂറിസത്തിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. അങ്ങനെ അവരവിടെ ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കൗണ്ടറിൽ കുറേ കേക്കുകൾ വാങ്ങാൻ വെച്ചിരിക്കുന്നത് കണ്ടു. അങ്ങനെ ആ ഒരു സെക്ഷനിലോട്ട് ഞാൻ കയറി കേട്ടോ. 3 പീസ് പോതും. அந்த ചോക്ലേറ്റ് മഫിനും ഒന്ന് കൊടു. തമിഴൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ താങ്ക് യു. നെറ്റ് കിടക്കാവുന്നൊരു ഉച്ചക്കത്തെ ലഞ്ച് അങ്ങോട്ട് സെറ്റ് ആവാത്തതുകൊണ്ട് അവർ കേക്ക് കഴിച്ച് ഞാനൊരു വിഷമം അങ്ങ് അടക്കി. ഇനി ഒരു നീണ്ട ക്യൂ നിൽക്കൽ തന്നെയായിരുന്നു പരിപാടി. അപ്പോൾ നമ്മൾ ഈ ക്യൂ നിന്ന് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ പണ്ടിങ്ങനെ ആയിരുന്നെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇരവികുളം നാഷണൽ പാർക്കിൽ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ബസ് സർവീസ് ഉണ്ട്. നമ്മളിവിടുന്ന് 200 രൂപ മറ്റോ ആണ് ഒരാൾക്ക് ടിക്കറ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് കൊടുത്ത് നമുക്ക് ബസ്സിൽ അവർ മുകളിൽ വരെ നമുക്ക് കൊണ്ടുപോകും. പിന്നെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ എന്തോ നടന്നാൽ മതി കേട്ടോ. അപ്പം ഇതേ കണക്കാണ് ബസ് സർവീസ്. പക്ഷെ നമ്മൾ കുറച്ച് നേരം കാത്തു നിൽക്കണം. കാരണം ഇത്ര ആൾക്കാരെ ഒരു ടൈമിൽ ബസ്സിൽ കൊണ്ടുപോകത്തോളുന്നുണ്ട്. നിർത്തിയൊന്നും കൊണ്ടുപോകത്തില്ല, ഇരുത്തിയൊക്കെ കൊണ്ടുപോകത്തോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം വെയിറ്റിംഗ് ആണ്. എന്നുവെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ബസ് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു ബസ് പോകുമ്പോഴേ അടുത്ത ബസ് വരുന്നുണ്ട്. താമസമൊന്നും വലുതായിട്ടില്ല, എങ്കിലും ആൾക്കാർ തോനെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമല്ലോ. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അങ്ങനെ കാത്തു നിന്ന് നമ്മുടെ അവസരമായി. അതായത് നമ്മൾ കയറേണ്ട ബസ് വന്നു ഗൈസ്. പണ്ട് അമ്പലത്തിൽ നമ്മൾ അന്നദാനത്തിന് ക്യൂ നിന്നിട്ട് കയ്യിലോട്ട് സദ്യ കിട്ടുമ്പോൾ ഒരു സുഖമില്ലേ, അതേ കണക്കാണ് എനിക്ക് തോന്നിയത് കേട്ടോ. 4 സീറ്റായിരുന്നു. ആദ്യം തന്നെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഓടി ബസ്സിൽ കയറുമ്പോൾ നമുക്ക് സൈഡ് സീറ്റ് വേണമെന്നല്ലേ, അതേണക്ക് ഞങ്ങൾ ഓടിക്കയറി. ഏട്ടനാണ്ട് പുറകിൽ പതുങ്ങി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നാണ്ട് സീറ്റിലൊക്കെ കയറി ഇരുന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എന്താണ് അവസ്ഥ ഏതാണ് അവസ്ഥ ഒന്നും അറിയത്തില്ല, എങ്കിലും ഞങ്ങളെല്ലാം ഭയങ്കര ഹാപ്പി ആയിട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ. അന്ന് നല്ല തിരക്കുള്ള ദിവസമാണെന്ന് ഞാൻ പറഞ്ഞത് ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. നമ്മുടെ ക്യൂ കഴിഞ്ഞെങ്കിലും ഒരുപാട് ആൾക്കാർ അവിടെ കയറാനായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അതുപോലൊരു ടൈമിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത്ര മണി കഴിഞ്ഞാൽ ബസ് വിടത്തില്ല, അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ അവിടെ ചെല്ലണം. അങ്ങനെ നമ്മുടെ ബസ് താണ്ട വിട്ടിട്ടുണ്ട്. ആ ഒരു ബസ്സിൽ ഇരുന്ന് കണ്ട കാഴ്ചകൾ ദൈവമേ പൊളിയാണ് കേട്ടോ. അടുത്തിപ്പോഴാണ് ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ആദ്യം കരുതിയത് നമ്മൾ ഏതെങ്കിലും കാടിൻ്റെ ഇടയ്ക്കൂടെ ആയിരിക്കും പോകുന്നത്, ചുറ്റും മരങ്ങളൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ എൻ്റെ ചിന്തകളെല്ലാം തെറ്റിച്ചുകൊണ്ടുള്ള കാഴ്ചകളായിരുന്നു പിന്നെ കണ്ടത് മൊത്തം.
ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് മൂന്നാർ വന്നതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തേയിലത്തോട്ടത്തിൽ ഇറങ്ങിയപ്പോൾ ഭയങ്കര കണ്ണെത്താ ദൂരത്ത് കിടക്കുന്ന തേയിലത്തോട്ടങ്ങളാണെന്നൊക്കെ. പക്ഷെ ഒന്നുമല്ലെന്ന് എനിക്ക് ഇതിനകത്ത് കയറിയപ്പോൾ തോന്നി. അത്രയ്ക്ക് അടുക്കി തിങ്ങി ഇങ്ങനെ കണ്ണെത്താ ദൂരത്ത് കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ ഇവിടാണ് ഗൈസ്. നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലോട്ട് പോകുന്ന ബസ് റൂട്ടിൻ്റെ ഇടയ്ക്ക് കാണുന്ന തേയിലത്തോട്ടങ്ങൾ പൊളിയാണ്. ഞാൻ ഈ നേരത്തെ ആലോചിച്ചത് ഇതൊക്കെ കട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അവർ കൃഷി ചെയ്യുന്ന ആൾക്കാരെയൊക്കെയാണ് അവരെ ലെവലൊപ്പിച്ച് നിർത്തിയേക്കുന്നത്. കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടാണ്. ഇതൊരു പക്ഷേ കൃഷിയാണ്, തേയിലത്തോട്ടമാണ്, ഓക്കെ, പക്ഷേ അതിൻ്റെ ഒരു ഭംഗി, ഒരു ഗാർഡൻ കണക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് അത് വെച്ചേക്കുന്ന ആൾക്കാർ ഭയങ്കരമാണ് കേട്ടോ, സൂപ്പറാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പോകുന്ന വഴി കുറച്ച് റിസ്ക്കിയാണ് കേട്ടോ. കാരണം രണ്ട് സൈഡിലും നമുക്ക് വളയ്ക്കാനോ തിരിക്കാനോ സ്ഥലമൊന്നുമില്ല, നീണ്ടു നിവർന്ന ഒരൊറ്റ റോഡ് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ അടുത്ത ആൾക്കാരെ കയറ്റാനും അവിടെ നിന്നുള്ള ആൾക്കാരെ ഇറക്കാനുമായിട്ട് പോകുന്ന ബസ്സുകളൊക്കെ ഈ റൂട്ടിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വണ്ടിക്ക് സൈഡൊക്കെ ഒതുക്കി കൊടുക്കുന്ന കാണുമ്പോൾ നമുക്ക് എൻ്റെ ഒരു നെഞ്ചിടിപ്പാണ് കേട്ടോ. എന്റെ ബാഗ് വേണ്ട, നോക്കണ്ട. ഇതെന്തുമായി കാണുന്നേ? അയ്യോ, ഇവിടെ നോക്കി. എനിക്ക് സൈഡിൽ ഇരിക്കണ്ട, തിരിച്ചൊരു വേട്ട. എൻ്റെ അമ്മോ, അയ്യോ അമ്മേ, അയ്യോ നമുക്ക് താഴെ പോകും. വേണ്ട വേണ്ട, എന്ത് ചേട്ടാ? പേടിയൊന്നും പോകാൻ. അയ്യോ, ഓ തീർന്നോ? തീർന്നു, എത്തി. ഹൈറ്റൊക്കെ പേടിയുള്ളവർക്ക് നല്ല പോലെ നെഞ്ചടിക്കുന്ന ഒരു യാത്രയാണിത്. നമ്മുടെ ലെഫ്റ്റ് സൈഡ് മൊത്തം താഴ്ചയാണ്, വേണേൽ കൊക്കെ എന്നൊക്കെ പറയാം. എന്തായാലും അതൊക്കെ തരണം ചെയ്ത് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. ടോപ്പിലെത്തിയിട്ടുണ്ട്. മുകളിൽ ചെന്നപ്പം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടപ്പോൾ ഒരു സമാധാനം തോന്നി. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ ഇറങ്ങി. ഇനി നമുക്ക് മേളിലോട്ട് നടക്കണം. എന്നുവെച്ചാൽ മേളിലോട്ട് ബസ് പോകത്തില്ല. ഇനി ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ എന്തോ മേളിൽ നടന്നാണ് നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തുന്നത്. അപ്പം ആദ്യമേ ഞാൻ പറഞ്ഞില്ല ഏട്ടാ, നമുക്ക് നടക്കണ്ട, നമുക്ക് താഴെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാമെന്ന്. പക്ഷേ ഞങ്ങളെല്ലാം നടന്ന് മേളി വരെ പോയി. മേളിൽ ചെന്ന് കണ്ട കാഴ്ച പൊളിയായിരുന്നു. കയറിയില്ലായിരുന്നെങ്കിൽ വൻ നഷ്ടമായി പോനേന്നപ്പം തോന്നി. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരു കുപ്പി വെള്ളം കയ്യിൽ വെച്ചിരിക്കണം. കാരണം നല്ലപോലെ ദാഹിക്കും നമുക്ക് മുകളിൽ ചെല്ലുമ്പോൾ. പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും അവർ കൊണ്ടുകയറ്റ സമയത്തിൽ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന കേക്കൊക്കെ അവർ ആ എൻട്രൻസ് പോയിന്റ് തന്നെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ദാണ്ട് മുകളിലോട്ട് പോവുകയാണ്. ബൈക്കിലൊക്കെ ആൾക്കാർ പോകുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് നടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഓപ്പോസിറ്റ് പെട്ടെന്ന് വരയാട് ഓടി വന്ന ദൈവമേ, അതെനിക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് ഫോൺ ഞങ്ങൾ ഓണല്ലായിരുന്നു. ഈ വരയാട് രണ്ടും ഇങ്ങനെ ഓടി വന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്ന് പേടിച്ച്. കാരണം എന്തായാലും ഇതൊരു വന്യജീവിയല്ലേ, അപ്പം നമ്മൾ ഇണക്കി വളർത്തുന്നതൊന്നും അല്ലല്ലോ. ആടിൻ്റെയൊക്കെ കണക്ക് ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമായിരുന്നു ഇത്രയും അടുത്ത് വരയാടിനെ കാണുന്നത്. കഴിഞ്ഞ വട്ടം വന്നപ്പോൾ നമ്മൾ വരയാടിനെ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നി. ടച്ച് ചെയ്യില്ലേ? വരയാടിന് ബയ്യൊക്കെ പറഞ്ഞ് മുകളിലോട്ട് പോയപ്പോഴാണ് ഒരിടത്ത് ആൾക്കാരെല്ലാം കൂടിയിരുന്ന് എന്തോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ആ പുള്ളിയുടെ ക്യാമറയിലേക്ക് സൂം ചെയ്തപ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒരു പാമ്പിനെ ഞാൻ കണ്ടത്. അവിടെ ഒരു പാമ്പുണ്ടായിരുന്നു. എന്തായാലും ഈ വട്ടം വന്നപ്പോൾ കുറേ ആനിമൽസിനെ അവിടുത്തെ എന്ന് വെച്ചാൽ ഇപ്പം നാട്ടിൽ പാമ്പുണ്ടെന്ന് വെച്ചാൽ പാമ്പുണ്ട്, അതല്ല, ഇരവികുളം നാഷണൽ പാർക്കിലെ പാമ്പിനെയും വരയാടിനെയും കിളികളെയൊക്കെ കാണാൻ പറ്റി. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ ബേർഡൊക്കെ ഭയങ്കര അവിടുത്തെ സ്പെഷ്യൽ താരമാണ് കേട്ടോ, ഈ പക്ഷിയൊക്കെ. അതെനിക്ക് മനസ്സിലായത് താഴെ ഒരു മ്യൂസിയം കൈൻഡ്
കൈൻഡ് ഓഫ് ബിൽഡിംഗ് ഉണ്ട്. അവിടെ ചെന്നപ്പോൾ ഈ പക്ഷിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. അങ്ങനെ അതിനെയൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി കേട്ടോ. പിന്നെ കണ്ടൊരു സംഭവം എന്താ, ഈ ഒരു വെള്ളം വരുന്നതായിരുന്നു കേട്ടോ. ഇത് മലയുടെ മുകളിൽ ഡയറക്റ്റ് ഒരു മുളംകുഴലിലൂടെയാണ് ആ വെള്ളം വരുന്നത്. ഭയങ്കര തണുപ്പാണ്, കുടിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നിപ്പയാണോ കൊറോണയാണോ എന്താണ് ഏത് വഴിക്കാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ ഞാൻ കയ്യിലൊക്കെ ഒഴിച്ചിട്ട് നൈസായിട്ട് കുടിക്കാതെ അതങ്ങ് വെച്ചു. പിന്നെ അമ്പാടിക്കും വെള്ളത്തിൽ ഞാൻ പറഞ്ഞ് തൊട്ട് നോക്കും. ഭയങ്കര തണുപ്പാണ്, ഭയങ്കര നമുക്ക് ഒരു ഐസ് വാട്ടർ ഫീലിംഗാണ്, അത്രയ്ക്ക് തണുപ്പാണ് കേട്ടോ. കുടിക്കണ്ട, ഞാൻ വെള്ളത്തിന് കുറ്റം പറഞ്ഞൊന്നും അല്ല കേട്ടോ. നമുക്കിപ്പോൾ നിപ്പയൊക്കെ വന്നതിന് ശേഷം ഒരു വാഴക്കൂമ്പിൽ തേൻ പൊട്ടിച്ച് കുടിക്കാൻ വരെ പേടിയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒട്ടും നിരീക്ഷിച്ചിരിക്കാതെ ദൈവമേ ഇതാ വരുന്ന ആ സാധനം, എന്താണാ വരുന്നതെന്ന് അറിയോ? അതാണ് ഗെയ്സ് കോടമഞ്ഞൻ. ഓഹോ, താഴ്വരയിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? നല്ല കോടയും നീലക്കുറിഞ്ഞില്ല, നീലക്കുറിഞ്ഞിയുടെ ചെടിയേ ഉള്ളു. പിച്ചണ്ട നല്ല കട്ടിയല്ലേ? നീലക്കുറിഞ്ഞാന്നോ ഇത്? ഇതോ ഇത് കാട്ടുപോവാ. നീലപ്പൂ കണ്ടപ്പോൾ നീലക്കുറിഞ്ഞാന്ന് ചോദിച്ചാൽ ഞാൻ സ്റ്റാറല്ലേ ഗെയ്സ്, സീസൺ അല്ലാത്തതുകൊണ്ട് പൂവൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ വരയാടിനെ കണ്ടോണ്ട് അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. വരുവോ? അങ്ങനെ വരുവോന്ന് തിരക്കിയ സാധനം കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇരവികുളം നാഷണൽ പാർക്കിന്റെ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്ക് കോട പെയ്തിറങ്ങുന്ന എൻ്റെ ദൈവമേ, ആ കാഴ്ച അടിപൊളിയാണ് കേട്ടോ. നല്ല തണുപ്പാണ് കേട്ടോ, നമ്മൾ പറയുന്ന കണക്കല്ല, ഇങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ടൊക്കെ നിൽക്കുന്നെങ്കിലും നല്ലൊരു തണുപ്പാണ് കേട്ടോ. പിന്നെ കൊല്ലത്തെ ചൂടിയിൽ നിന്ന് അങ്ങോട്ട് ചെന്നപ്പം ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു മഞ്ഞിൻ്റെ ഇടയ്ക്കൂടെ, മഞ്ഞല്ല കോടയും മഞ്ഞൊക്കെ ഒന്നാണോ ഗൈസ്? അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയ്ക്കൂടെ ആ ഒരു സൺസെറ്റൊക്കെ കാണാൻ അടിപൊളിയാണ്. നിങ്ങൾ തന്നെ ഇത് കണ്ടിട്ട് പറ, പൊളിയല്ലേ? അങ്ങനെ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. വീഡിയോസൊക്കെ എടുക്കാൻ സത്യം പറഞ്ഞാൽ തോന്നത്തില്ല കേട്ടോ, നമുക്ക് ആ ഒരു മൂഡ് ആസ്വദിക്കാനാണ് അവിടെ ചെല്ലുമ്പോൾ തോന്നുന്നത്. പിന്നെ നമുക്ക് യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ ഇടേണ്ടതുകൊണ്ട് വീഡിയോസൊക്കെ എടുക്കുന്നതാണ്. സത്യം പറഞ്ഞാൽ വീഡിയോസൊക്കെ എടുക്കാതെ വരുന്നവരാണ് അത്രയ്ക്കും ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. കാരണം ആ ഒരു ക്ലൈമറ്റ് ഇരുന്നത് ഫുള്ളായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ താഴെ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു ഫുഡൊക്കെ അവർ വാങ്ങി വെക്കുമെന്ന്. അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കേക്കും പാക്കും ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് എനിക്ക് ആ കേക്കിന് ഭയങ്കര ഒരു വില തോന്നി കേട്ടോ. കാരണം മേളിൽ ചെന്ന് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കും എനിക്കും വിശക്കുന്നുണ്ടായിരുന്നു, അമ്പാടിക്കും വിശക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അത് കഴിക്കുന്നതിന് പിന്നെ ഒരിടത്തൂടെ കയറാനുണ്ട്. അതാണ് നമ്മുടെ ആ ഒരു ഇരവികുളം നാഷണൽ പാർക്കിൽ എന്തൊക്കെയുണ്ട്, ഏതൊക്കെ കൈൻഡ് ഓഫ് ബേർഡ്സ് ഉണ്ടെന്നൊക്കെ ഉള്ള ഒരു മ്യൂസിയം കൈൻഡ് ഓഫ് തിങ്. അപ്പോൾ നമ്മൾ അവിടെ കയറി അതെല്ലാം കണ്ടു കേട്ടോ. പക്ഷേ നമ്മൾ മിക്കതിനെയും കണ്ടു, ഈ ചിത്രശലഭങ്ങളെ ആയാലും ആ ബേർഡ്സിനെയൊക്കെ ആയാലും നമ്മൾ മിക്കതിനെയും കണ്ടു. പൂക്കളൊന്നും അങ്ങനെ അധികം ശ്രദ്ധിച്ചില്ല കേട്ടോ. ഇത് കാണുന്നത് കാട്ടുപൂവാണോ എന്തെങ്കിലും ഒറിജിനലാണോ എന്നറിയത്തില്ല. പിന്നെ നമ്മൾ വരയാടിനെ കണ്ടു. അപ്പം സത്യം പറഞ്ഞാൽ ഈ മ്യൂസിയത്തിൽ കയറിയിട്ട് നിങ്ങൾ മുകളിലോട്ട് പോകുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ അവിടെ ഉണ്ട്, നമ്മൾ എന്തൊക്കെ നോട്ടീസ് ചെയ്യണം എന്നുള്ളൊരു ബോധം കിട്ടും. പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് വലിയ പിടിയില്ലാത്ത എന്നെപ്പോലുള്ള ആൾക്കാർക്ക്. സത്യം പറഞ്ഞാൽ ഇത് ആ ഒരു പാർക്കിൻ്റെ സ്റ്റോറിയാണ് ഫുൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ ഒരു കേക്ക് എടുത്ത് കഴിക്കാൻ തുടങ്ങി. അത് മേടിച്ചപ്പോൾ ഏട്ടൻ ഒത്തിരി വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രയും മേടിക്കണ്ടായിരുന്നു, ആർക്ക് കഴിക്കാനാണ്, കാരണം ആർക്കും അത് കഴിക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്കും അമ്പാടിക്കുട്ടനും വിശന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടിനും പിള്ളേരല്ലേ, അവരൊക്കെ അല്ലേ വലിയ ആൾക്കാർ. അങ്ങനെ ഞങ്ങളത് അവിടെ നിന്ന് കഴിച്ചു. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര നോർമൽ തിങ്ങായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തോന്നും. പക്ഷെ ഒട്ടും നോർമൽ അല്ല മക്കളെ. കോടയെല്ലാം മേളിലും താഴിലും സൈഡിലും എല്ലാം ഇറങ്ങി ഒടുക്കത്തെ തണുപ്പായിരുന്നു. തണുപ്പ് കാരണം എനിക്കാണെങ്കിൽ ആ ഡ്രസ്സ് ഇട്ടിട്ട് പോലും എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കുന്നത്. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ കാര്യം ആലോചിച്ചാണ്. ഒട്ടും കട്ടിയില്ലാത്ത ഷർട്ടൊക്കെ ആയിരുന്നു ഏട്ടൻ ഇട്ടിരുന്നത്. ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ചുറ്റുമൊക്കെ ഭയങ്കരമായിട്ട് മങ്ങലൊക്കെ വീഴുന്നുണ്ടായിരുന്നു. അത്രയ്ക്കും മഞ്ഞ് ഇറങ്ങുന്നതെന്നായിരുന്നു അതിൻ്റെ അർത്ഥം. തണുക്കുന്നു.
എത്ര തണുപ്പാണെന്ന് പറഞ്ഞാലും ഭയങ്കരമായിട്ട് തണുക്കുന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര പ്ലസൻ്റ് ആയിട്ടൊരു ഫീലിംഗ് ആണ് കേട്ടോ. കാരണം ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ ഇതേണക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഇതേണക്കുള്ള ക്ലൈമറ്റൊക്കെ ആസ്വദിച്ചിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പം എവിടെയെങ്കിലുമൊക്കെ പോയി ഇതേണക്ക് ഇരിക്കുക, കാറ്റ് കൊള്ളുക, മഞ്ഞ് കാണുക, അപ്പം അടിപൊളിയാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ സെയിം ബസ്സാണെന്ന് അറിയത്തില്ല. അപ്പോൾ അവിടെ നിന്നുള്ള റിട്ടേൺ ബസ്സിൽ കയറി ഞങ്ങൾ നേരെ ഇനി നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്തൊക്കെ എടുത്തോട്ട് പോവാണ്. അപ്പം അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ എങ്ങോട്ടാണ് നേരെ പോയെന്നൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.